ചാലക്കുടിയിൽ ബാങ്ക് ജീവനക്കാരെ ബന്ദിയാക്കി മോഷണം നടന്നിരിക്കുന്നു. അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോവുകയാണ് MS ലിഷോയി ചെയ്തുകൊണ്ട്. ലിഷോയി, എന്താണ് സംഭവിച്ചത്? എവിടെയായിരുന്നു? പോട്ട ഫെഡറൽ ബാങ്കിൻ്റെ ശാഖയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഫെഡറൽ ബാങ്കിൻ്റെ ശാഖയിൽ ഉച്ചയ്ക്ക് ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ ഭക്ഷണം കഴിക്കാനായി പോയ സമയത്തായിരുന്നു ഒരാൾ കത്തിയുമായി ബാങ്കിനകത്തേക്ക് കടന്നത്. കത്തിയുമായി ബാങ്കിനകത്തേക്ക് കടക്കുകയും പിന്നീട് ഈ ജീവനക്കാരുടെ അടുത്തേക്ക്, ആ സമയത്ത് ഒരു പ്യൂൺ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്, ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും മറ്റുള്ളവരെ ഒരു റൂമിൽ അടച്ച് ഇടുകയും ചെയ്തു. അങ്ങനെ ആണ് പിന്നീട് ഈ ക്യാഷ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. ആ ക്യാഷ് ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുകയും അവിടെ നിന്ന് പണം എടുത്ത് ഇയാൾ പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്രത്തോളം പണം നഷ്ടമായിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് വരികയാണ്. നിലവിൽ ചാലക്കുടി DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി പരിശോധന നടത്തുകയാണ്. ഈ വാഷ്റൂമിനകത്ത് ബന്ദിയാക്കിയ ശേഷമാണ് ഈ കസാര ഉപയോഗിച്ച് അതിൻ്റെ ലോക്കിന് ഇടയിലേക്ക് തിരികെ വെച്ചാണ് കേൾക്കുമ്പോൾ അമ്പരപ്പ് തോന്നുകയാണ്. അതായത് പട്ടാപ്പകൽ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ടെന്നിരിക്കെ, ഈ CCTV ക്യാമറയൊക്കെ ഉണ്ടെന്നിരിക്കെ ഇങ്ങനെ ഒരു മോഷണം നടക്കുമ്പോൾ അതാരായിരിക്കാം? CCTV ഒക്കെ പരിശോധിച്ചോ പോലീസ്? സംഭവ സ്ഥലത്ത് എത്തിയോ? തീർച്ചയായും പോലീസ് ഇവിടെ പരിശോധന നടത്തി വരികയാണ്. ഈ CCTV ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നിന്ന് ശേഖരിച്ചു വരികയാണ്. നിങ്ങളുണ്ടായിരുന്നു? ആ സമയത്തുണ്ടായിരുന്നു മാനേജർ? തീർച്ചയായും നമുക്ക് ഈ ബാങ്കിൻ്റെ ജീവനക്കാരോട് തന്നെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. എന്തായാലും എന്താ സംഭവിച്ചിട്ടുണ്ടായിരുന്നു? ഞാൻ വരുന്ന ഇവിടെ ബ്ലാങ്ക് ആയിരുന്നു. ആരുണ്ടായിരുന്നു? മാനേജർ? നിങ്ങളുണ്ടായിരുന്നു അവിടെ? എന്താ സംഭവിച്ചത്? എന്തായിരുന്നു? ഒരു പുള്ളിക്കാരൻ കത്തി കൊണ്ട് വന്നു. കഴിഞ്ഞിട്ട് ഞങ്ങൾ അകത്ത് കയറി ക്യാഷിൻ്റെ കീ ചോദിച്ചു. കഴിഞ്ഞിട്ട് പുള്ളി ഞങ്ങൾ അകത്ത് പൂട്ടി കഴിഞ്ഞിട്ട് കൗണ്ടർ തല്ലി പൊളിച്ച് ക്യാഷ് എടുത്തുകൊണ്ട് പോകാറുണ്ട്. ഒരാൾ ഒറ്റയ്ക്കുണ്ടായിരുന്നു? മുഖം മൂടിയൊക്കെ ധരിച്ച ഹെൽമെറ്റും മുഖം മൂടി. മലയാളിയാണോ അതോ ഹിന്ദിയാന്ന് തോന്നണേ, കൺഫേം ചെയ്യാൻ പറ്റില്ല. ഹിന്ദിയിൽ നമ്മുടെ അടുത്ത് സംസാരിച്ചായിരുന്നേ, കൺഫേം ചെയ്യാൻ പറ്റാറില്ല. എത്ര മണിക്കായിരുന്നു ഈ സംഭവം ഉണ്ടായത്? ഒരു 2:10, 2:15, 2 മണിക്ക് ശേഷം. നിങ്ങൾ മാത്രം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ? ബാക്കിയുള്ള മാനേജർ ഉണ്ടായിരുന്നു. ജസ്റ്റ് പുള്ളി ഭക്ഷണം കഴിക്കാൻ പോണ നേരത്തായിരുന്നു. ഈ പണം എടുത്ത് അപ്പൊ തന്നെ എവിടെ നിന്ന് പോവാണ് ചെയ്തത്? ഞങ്ങൾ അകത്ത് പൂട്ടിയിട്ടൊക്കെ ആയിരുന്നു. ഇതിനകത്ത് പൂട്ടിയിട്ടല്ലേ? അപ്പോൾ പുള്ളി ക്യാഷ് എടുത്ത് പോകാറുന്നു. CCTV ഒക്കെ പരിശോധിച്ചു? പോലീസുകാർ നോക്കുന്നുണ്ടല്ലേ? അതാണ് സംഭവിച്ചത്. അതായത് ഇതാണ് ക്യാഷ് കൗണ്ടർ. ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് മോഷണം നടന്നത്. അപ്പോൾ കൂടുതൽ ജീവനക്കാർ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണോ പറയുന്നത്? അപ്പോൾ ഈ പറഞ്ഞ നമ്മോട് സംസാരിച്ച വ്യക്തിയും മാനേജരും മാത്രം. ഏത് ബാങ്കാണ്? ഒപ്പം ഏത് ബാങ്ക്, ഏത് ബാങ്കിലെ ഏത് ശാഖ, ഏത് സമയം, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൂടി? അതായത് പോട്ടയിലെ ഫെഡറൽ ബാങ്കിൻ്റെ ശാഖയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ചാലക്കുടിക്കടുത്ത് പോട്ടയിലെ ഫെഡറൽ ബാങ്കിൻ്റെ ശാഖയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ആ സമയത്ത് ഈ ഭക്ഷണം കഴിക്കുന്ന സമയമായതിനാൽ തന്നെ കൂടുതൽ ജീവനക്കാരൊന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്ന 2 ജീവനക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. മാനേജറും മറ്റൊരു ജീവനക്കാരും മാത്രമാണ് ആ ഒരു സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും നിലവിൽ പോലീസ് ഇവിടെ എത്തി പരിശോധന നടത്തുകയാണ്. നമുക്ക് വളരെയേറെ, അതായത് ഒരു അത്ഭുതം തോന്നിക്കുന്ന രീതിക്കുള്ള ഒരു സംഭവം തന്നെയാണ്. അതായത് പട്ടാപ്പകൽ ബാങ്കിനകത്തേക്ക് കത്തിയുമായി ഒരാൾ വരുന്നു. ആ കത്തിയുമായി വരുന്ന ആൾ എവിടെയാണ് ക്യാഷ് ഇരിക്കുന്നതെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരനോട് ചോദിക്കുന്നു. ആ ഒരു സമയത്ത് മാനേജർ പുറത്തേക്ക് വരുന്നു. പക്ഷേ മാനേജർക്കും ഈ ആയുധവുമായി നിൽക്കുന്ന ആളെ നേരിടാനായി കഴിയാത്തൊരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ലിഷോയെ കൗണ്ടറിലേക്ക് പിന്നീട് എത്തി അവിടെ നിന്നും കൗണ്ടർ തല്ലിപ്പൊളിച്ച് പണം എടുക്കുകയായിരുന്നു, അതോ ഇവരോട് ആവശ്യപ്പെട്ട് പണം കൊണ്ടുപോവുകയായിരുന്നോ? എത്രത്തോളം പണം പോയിട്ടുണ്ട്? അക്കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ് ഇവർ. അതായത് ഈ ഇവിടെ ഉണ്ടായിരുന്ന 2 ജീവനക്കാരെയും മുൻവശത്ത് കാണുന്ന, അതായത് ഈ കൗണ്ടറിനോട് തൊട്ടടുത്ത് തന്നെ കാണുന്ന ആ റൂമിനകത്ത് പൂട്ടിയിട്ട ശേഷമാണ് പിന്നീട് ഈ ഒരു സംഭവം നടന്നത്. അതായത് ഈ റൂമിനകത്ത് പൂട്ടിയിടുകയും പിന്നീട് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു കസേര ഉപയോഗിച്ച് ആ ക്യാഷ് കൗണ്ടർ തല്ലിപ്പൊളിക്കുകയും ആ തല്ലിപ്പൊളിച്ച ശേഷം പിന്നീട് ക്യാഷ് കൗണ്ടറിനകത്തേക്ക് കടക്കുകയും
അകത്തേക്ക് കടന്ന ശേഷമാണ് അവിടെ ഉണ്ടായിരുന്ന ക്യാഷ് കൗണ്ടറിനകത്ത് ക്യാഷ് ട്രേയിൽ ഉണ്ടായിരുന്ന പണം അത് അപഹരിക്കുകയാണ് ചെയ്തത്. എന്തായാലും അത്തരത്തിലാണ് നിലവിൽ ഇവിടെ സംഭവം. ഇപ്പോൾ പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് ആരാണ് നടത്തിയതെന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ ലിഷോയ് എനിക്ക് പോലീസ് അവിടെ മാറി നിൽക്കാൻ പറയുന്നുണ്ട്. അവിടെ ഇനി അവർക്ക് വിശദമായിട്ട് അവിടെയുള്ള സാഹചര്യങ്ങൾ മറ്റ് വിരലടയാളങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടി വരുമല്ലോ. കാരണം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് കേരളത്തിൽ അടുത്തിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കാരണം ബന്ദിയാക്കി ജീവനക്കാരെ ബന്ദിയാക്കി പണം കവരുക, അതും പ്രധാനപ്പെട്ട ഒരു ബാങ്കിൽ എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ അമ്പരപ്പാണ്. തീർച്ചയായും അതായത് വളരെയേറെ അമ്പരപ്പുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പട്ടാപ്പകൽ അതായത് ഉച്ചയ്ക്ക് 1:30 ഭക്ഷണം കഴിക്കുന്ന ഒരു സമയത്താണ് ഈ കാണുന്ന ഫെഡറൽ ബാങ്കിൻ്റെ ശാഖയുടെ അകത്തേക്ക് ഒരാൾ കത്തിയുമായി കയറി ചെല്ലുന്നു. ആ കത്തിയുമായി കയറി ചെല്ലുന്ന ആൾ പിന്നീട് പണം എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നു. ആ പണം എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ച ശേഷം ഇയാൾ ഈ മാനേജരെയും അതുപോലെ തന്നെ മറ്റൊരു ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനെയും അതിനകത്ത് വാഷ്റൂമിനകത്തേക്ക് പൂട്ടിയിടുന്നു. വാഷ്റൂമിനകത്ത് പൂട്ടിയിട്ട ശേഷം അവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു കസേര ഉപയോഗിച്ച് ഈ ക്യാഷ് കൗണ്ടർ തല്ലിപ്പൊളിക്കുകയാണ് ഉണ്ടായത്. ക്യാഷ് കൗണ്ടർ തല്ലിപ്പൊളിച്ച് അവിടെ ഉണ്ടായിരുന്ന ക്യാഷ് കൗണ്ടറിൽ ഉണ്ടായിരുന്ന ക്യാഷ് ട്രേയിൽ ഉണ്ടായിരുന്ന പണം എടുത്ത് അപഹരിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ഇവിടുത്തെ ജീവനക്കാരൻ ഉൾപ്പെടെ നമ്മളോട് വ്യക്തമാക്കിയത്. അതായത് അയാളുടെ ഭാഷ ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ മുഖം കൃത്യമായി വ്യക്തമല്ല. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അവിടെ നിന്നും ശേഖരിച്ചു വരികയാണ്. കൂടാതെ മറ്റ് എല്ലാ പരിശോധനകളും ഈ വിരലടയാള പരിശോധനകളൊക്കെ നടത്തേണ്ടതുണ്ട്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ആ ബാങ്കിനകത്ത് നിന്നും പുറത്തേക്ക് മാറിയിട്ടുള്ളത്. എന്തായാലും ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ അതായത് കേരളത്തിൽ അടുത്തിടെയോ അല്ലെങ്കിൽ തൃശ്ശൂരിലെ ATM റോബറി ആയിരുന്നു. അതിൽ അന്യസംസ്ഥാനത്ത് നിന്ന് വലിയ ഒരു ടീമായിട്ടാണ് ആ മോഷണം നടത്തുന്നതും പിന്നീടുണ്ടായ സംഭവങ്ങൾ, വെടിവെയ്പ്പ്. അപ്പോൾ ഇതിപ്പോൾ ഒരാളാണ് വന്നത്. അദ്ദേഹത്തിന്റെ ഭാഷ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സൂചന ലഭ്യമായിട്ടുണ്ടോ? നേരത്തെ ബാങ്ക് ജീവനക്കാരൻ പറഞ്ഞതുപോലെ ഹിന്ദി ആണോ എന്ന സംശയം തോന്നുന്നു. അപ്പോൾ ഹെൽമെറ്റ് ഇട്ട് വന്ന ആളെക്കുറിച്ച് ഇനിയിപ്പം കൂടുതൽ ഡീറ്റെയിൽസ് എന്താണ് അവർ പറയുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്? അതായത് ആരാണ് വന്നതെന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു വ്യക്തത അവർക്കും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. മാനേജർക്കും അതുപോലെ തന്നെ മറ്റൊരു ജീവനക്കാരനും മാത്രമാണ് ഉണ്ടായത്. ഈ ആയുധവുമായി വന്ന സമയത്ത് തന്നെ ആയതിനാൽ തന്നെ ഇതൊരു ആ ഒരു സമയത്ത് ഇവർ ഈ ഉദ്യോഗസ്ഥർ അതായത് ഈ ബാങ്കിലെ ഉദ്യോഗസ്ഥർ പരിഭ്രാന്തരാവുകയും അവർക്കൊന്നും തിരിച്ചൊന്നും ചെയ്യാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് ഉണ്ടായത്. അതിനോടൊപ്പം തന്നെ ഈ സ്ഥലത്ത് മറ്റ് കൂടുതൽ ജീവനക്കാരൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവരെല്ലാവരും തന്നെ ഭക്ഷണം കഴിക്കുന്നതിനും മറ്റുമായി പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു. സെക്യൂരിറ്റി ജീവനക്കാരനോ മറ്റോ ഒന്നും തന്നെ ഈ ബാങ്കിന് പുറത്ത് ഉണ്ടായിരുന്നില്ല. സെക്യൂരിറ്റി ജീവനക്കാർ ഇവിടെ അങ്ങനെ ഒരു പോസ്റ്റിൽ ഒരാൾ ഉള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും സാധിക്കുന്നില്ല. ഇവിടെ അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസ് എത്തി വിശദമായ പരിശോധന നടത്തുകയാണ്. ചാലക്കുടി പോലീസാണ് ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തുന്നത്. ചാലക്കുടി DYSP അല്പസമയം മുമ്പ് ഇവിടെ വന്നിരുന്നു. DYSP ഇവിടെ എത്തി പ്രാഥമികമായ കാര്യങ്ങളൊക്കെ തന്നെ ശേഖരിച്ച ശേഷം അദ്ദേഹം കൂടുതൽ ആവശ്യമാണ് ഇടത്ത് മറ്റ് സമീപ കടകൾ അവിടെ ആള് കേന്ദ്രീകരിക്കാൻ സാധ്യതയുള്ള ഇടമാണോ, അതല്ല ഉച്ചസമയം എന്ന ആ ഒരു സമയം തിരഞ്ഞെടുത്തുകൊണ്ട് അപ്പോൾ എല്ലാവരും ഊണ് കഴിക്കാനൊക്കെ പോയിരിക്കുമല്ലോ, അത് മനസ്സിലാക്കി എത്തിയൊരു കവർച്ച സംഘമല്ല ഒരു വ്യക്തി എന്നാണ് പറയുന്നത്. ആ വ്യക്തി അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നത് ആയിരിക്കാമല്ലേ? നമുക്കിപ്പോൾ അനുമാനങ്ങളാണ് ലഭ്യമാകുന്നത്. ഇനി ആ CCTV സമീപ പ്രദേശങ്ങളിൽ വിശദമായി പരിശോധിക്കണം. അങ്ങനെയൊക്കെ പ്രാഥമികമായി ലഭിക്കുന്ന കാര്യങ്ങൾ. തീർച്ചയായും അതായത് പോലീസ് തന്നെ വിശദമായ പരിശോധനയ്ക്ക് ഇവിടെ എത്തുന്നതേ ഉള്ളൂ. അതിനു മുൻപാണ് നമ്മൾ ഇവിടേക്ക് എത്തിയത്. മറ്റ് മാധ്യമങ്ങളൊന്നും തന്നെ ഇവിടേക്ക് എത്തിയിട്ടുമില്ല. അവരൊക്കെ തന്നെ അതായത് പോലീസ് കൂടുതലായി വിശദമായി പരിശോധന നടത്തണമെന്നുള്ളതാണ് പറയുന്നത്. ഈ നേരത്തെ പ്രജീഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. പരമാവധി ഈ ബാങ്കിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അറിയാവുന്ന ആളായിരിക്കാം. കാരണം സെക്യൂരിറ്റി ജീവനക്കാരൻ പോലും ഇല്ലാത്ത ഒരു ബാങ്കാണെന്ന് മനസ്സിലാക്കിയ ശേഷമായിരിക്കാം ഒരുപക്ഷെ ഇങ്ങോട്ടേക്ക് എത്തിയത്. അതിനോടൊപ്പം തന്നെ ഉച്ച സമയത്ത് എത്ര പേർ പുറത്തേക്ക് പോകുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ അറിയാവുന്ന ആളാണെങ്കിൽ തന്നെ
അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ, അതായത് ഇവരെ വാഷ്റൂമിലിട്ട് പൂട്ടുകയാണ് ചെയ്തത്. ആ വാഷ്റൂമിലിട്ട് പൂട്ടിയ രീതി തന്നെ ഒരു പ്രത്യേകതയാണ്. അതായത് മറ്റു ലോക്ക് കൊണ്ടോ ഈ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള താക്കോൽ കൊണ്ടോ ഒന്നും അല്ല പൂട്ടിയിരിക്കുന്നത്. അതായത് അതിൻ്റെ ആ ഒരു ഡോർ അടച്ച ശേഷം ആ ഡോറ് ലോക്ക് ആവുന്നതിന് വേണ്ടി തൊട്ടടുത്തുണ്ടായിരുന്ന കസേര എടുത്ത് ആ ലോക്കിലേക്ക്, അതായത് അതിൻ്റെ ഹാൻഡിലേക്ക് തിരികെ കയറ്റുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് വലിച്ചാൽ യാതൊരു വിധത്തിലും ആ ഡോർ ഉള്ളിൽ നിന്ന് തുറക്കാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ കൃത്യമായി നേരത്തെ തന്നെ ഈ ഒരു സ്ഥലം ഒരുപക്ഷെ അറിയാവുന്ന ഒരാൾ ആയിരിക്കാം ഇത്തരത്തിലൊരു കൃത്യം ചെയ്തതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ ആരെങ്കിലും കണ്ടോ ഈ വ്യക്തി എന്നുള്ളതാണ്. ആരെങ്കിലും അപ്പോൾ ഈ സമർത്ഥനായ വ്യക്തി ആയിരിക്കണം. നേരത്തെയും വന്ന് നിരീക്ഷണം നടത്തുകയും ബാങ്കിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. സെക്യൂരിറ്റി ജീവനക്കാരൻ ഇല്ലാത്ത സമയത്ത് സാധാരണഗതിയിൽ നമുക്കറിയാമല്ലോ, എല്ലാ ബാങ്കുകളിലും ATM സ്ഥാപനങ്ങളിലുമൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഗൗരവമേറിയ ഈ സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ളതാണ്. അപ്പോൾ അതിനെയൊക്കെ മറികടന്ന് വരാൻ തക്ക രീതിയിലേക്ക് ഉള്ള ശേഷിയുള്ള സമർത്ഥനായ ഒരു കുറ്റവാളി, ഒരു ക്രിമിനലാണ് ഈ പ്രവൃത്തി നടത്തിയതാണ് നമ്മൾ ഒരുപക്ഷെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വിപുലമായ രീതിയിൽ പോലീസിന് പോകേണ്ടി വരില്ലേ? കാരണം വഴി അപ്പുറത്ത് നമ്മളിപ്പോൾ ആദ്യം എത്തുന്ന സംഘമാണ് മാതൃഭൂമി ന്യൂസാണ്. കാരണം അമ്പരപ്പുളവാക്കുന്ന കേരളത്തിലെ ഒരു സംഭവമായതുകൊണ്ടാണ്. കാരണം നമ്മളൊന്നും കേട്ടുകേഴ്വിയേ ഉണ്ടായിട്ടില്ല അടുത്തിടയ്ക്ക്. കാരണം അടുത്തിടയ്ക്ക് നമ്മൾ കേട്ടത് തൃശ്ശൂരിൽ തന്നെയാണ്. അവിടെ ഒരു വൻ സംഘം എത്തി ATM കൊള്ളയടിച്ച ശേഷം കടന്നു പോകുമ്പോൾ അന്യ സംസ്ഥാനത്ത് വെച്ച് പോലീസ് വളഞ്ഞ് വലിയ രീതിയിൽ നാടകീയമായി പിടികൂടിയ സംഭവമാണ് തൃശ്ശൂരിൽ നമ്മുടെ മുന്നിലുള്ളത്.